ഹലോ, എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു സൂപ്പർ കുൽഫിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മളെ വീട്ടിലുള്ള നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന അരിപ്പൊടി വെച്ചിട്ട് വളരെ സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുൽഫിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്തിട്ടോളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിൽ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നല്ല പൊടിച്ച അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അരിപ്പൊടി തന്നെയാണ്, പക്ഷേ നല്ല പൊടിച്ച അരിപ്പൊടി ആയിരിക്കണം. ഇനി ചെറിയ കട്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിച്ചിട്ട് ഇട്ടാലും മതി. അങ്ങനെ 2 ടേബിൾ സ്പൂൺ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് പാലൊഴിച്ച് നമ്മൾ നന്നായിട്ട് ഈ ഒന്ന് കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയം ഫ്ലെയിം ഓൺ ചെയ്യരുത്. വേണമെങ്കിൽ നമുക്കിതൊരു സെപ്പറേറ്റ് ബൗളിലിട്ട് മിക്സ് ചെയ്താലും മതി. ഞാനിതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലോട്ട് നമ്മൾ മൊത്തത്തിൽ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1/4 കപ്പാണ് ഇപ്പോൾ നമ്മൾ എടുത്ത് മാറ്റിയത്. ബാക്കിയുള്ള പാല് കംപ്ലീറ്റ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കട്ടയെല്ലാം ഉടഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് സാധാരണ നമ്മൾ കുറുക്കി എടുക്കുന്നത് പോലെ തന്നെ കുറുക്കിയെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കാരണം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും. ഇപ്പം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മൾ അല്പമായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, കാരണം ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ ഒരുപാട് മധുരം കൂടിപ്പോയാൽ കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞാനിവിടെ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഒരുമിച്ച് ചേർക്കേണ്ട, ഇങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് നോക്കുക. എന്നിട്ട് കുറവാണെന്ന് തോന്നുമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാമല്ലോ. കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ കുറുക്കിയെടുക്കരുത്. ജസ്റ്റ് ഈ ഒരു പരുവം ഇങ്ങനെ ഒന്ന് കട്ടിയായി വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നതിന് ശേഷം വീണ്ടും ഒരു 2-3 സെക്കൻഡും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തണുക്കാനായിട്ട് വെച്ചാൽ വീണ്ടും കട്ടിയായിട്ട് വരും. ഇപ്പോൾ ഈ ഒരു രീതിയായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പോൾ തണുത്തതിന് ശേഷം ഇതുപോലെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് 1 മിനിറ്റ് ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് അരച്ചെടുക്കരുത്. 1 മിനിറ്റ് ഒന്ന് ബ്ലെൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്ന 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി എന്തായാലും ചേർക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടൂ. കാരണം നമ്മൾ വേറെ ഹെവി ക്രീമോ ഒന്നും ചേർക്കുന്നില്ലല്ലോ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് കറക്റ്റ് 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കണം. ഒരുപാട് അടിച്ച് പതപ്പിച്ചെടുക്കരുത്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഇത് മാറ്റിയതിന് ശേഷം കറക്റ്റ് 2 മണിക്കൂർ നമ്മൾ ഫ്രീസറിലോട്ട് മാറ്റണം. 2 മണിക്കൂറിൽ കൂടുതൽ വെക്കണം എന്നൊന്നുമില്ല. 2 മണിക്കൂർ ഒന്ന് ഈ ക്രീം ഒന്ന് സെറ്റായി കിട്ടാനായിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 2 മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. സൈഡിലൊക്കെ ഒന്ന് കട്ടയൊക്കെ ആയിട്ട് നല്ല കുറുകി നല്ല ക്രീമായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്താൽ മനസ്സിലാവും, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒരു ക്രീം പരുവത്തിൽ കിട്ടാനായിട്ടാണ് നമ്മൾ 2 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മിക്സിയിലോട്ട് മാറ്റിയതിന് ശേഷം 1 മിനിറ്റ് നേരത്തെ അടിച്ചതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കുക. വീണ്ടും പറയുന്ന ഒരുപാട് സമയം നമ്മളിങ്ങനെ ഒരു 2-3 മിനിറ്റ് ഒന്നും അടിച്ചെടുക്കരുത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഒരു ടെക്സ്ചറിൽ ഐസ്ക്രീം കിട്ടില്ല. 1 മിനിറ്റ് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇനി കണ്ടെയ്നറിലാണ് ഇത് ഒഴിച്ച് സൂക്ഷിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഇനി അങ്ങനെയല്ല, ഈ കുൽഫി മോൾഡൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലോട്ട് മാറ്റിയാലും മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു കുൽഫിയുടെ മോൾഡ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അതിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി കുൽഫി മോൾഡ് ഇല്ലാത്തവരാണെങ്കിൽ സാധാരണ നമ്മുടെ സ്റ്റീലിൻ്റെ കപ്പ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അതിൽ ഈ ഒരു ഐസ്ക്രീം ഒഴിച്ചിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടെയ്നറിലായാലും കുൽഫി മോൾഡിലായാലും ഐസ്ക്രീം ഒഴിച്ച് ഫ്രീസ് ചെയ്യാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ടൈറ്റായിട്ട് അത് അടച്ച് വെക്കണം എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഐസൊക്കെ ക്രിസ്റ്റലായി പിടിച്ച് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഐസ്ക്രീം രീതിയിൽ കിട്ടില്ല. അത്രയേ ഉള്ളൂ. ഇനി കറക്റ്റായിട്ട് ഈ ഐസ്ക്രീം സെറ്റായി എടുക്കേണ്ടുന്ന സമയമെന്ന് വെച്ചാൽ ഒരു 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ വേണം ഇത് ഫുള്ളായിട്ടൊന്ന് സെറ്റായി കിട്ടാൻ. ഇത് നമ്മൾ ഫ്രീസറിൽ തന്നെ മാറ്റണം, താഴെ വെക്കരുത്. താഴെ വെച്ച് കഴിഞ്ഞാൽ സെറ്റാവില്ല. ഫ്രീസറിൽ തന്നെ മാറ്റണം. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ ഈ ഐസ്ക്രീം ഇങ്ങനെ ഇളക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകും, നമ്മൾ കറക്റ്റായിട്ടൊരു ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ ചെറിയ ചൂടുള്ള വെള്ളം എടുത്തതിന് ശേഷം 1 മിനിറ്റ് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് മുക്കി വെക്കുക. മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കിയാൽ തന്നെ അതിങ്ങനെ ഇളകി വരും.
അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഈ അരിപ്പൊടി ആയാലും പാലായാലും പഞ്ചസാര ആയാലും ഒക്കെ നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഐറ്റംസാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പാൽപ്പൊടിയാണ്. അതും ഇപ്പോഴും എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ഇപ്പോൾ പാൽപ്പൊടി ചേർത്തില്ലെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഐസ്ക്രീം കിട്ടും. എങ്കിലും നമുക്കൊരു കൂടുതൽ ടേസ്റ്റ്, ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്താലേ കിട്ടുള്ളൂ. പിന്നെ എസൻസും ഇത് രണ്ടും മറക്കാതെ ചേർക്കണം. പിന്നെ ഐസ്ക്രീമിൻ്റെ വീഡിയോ ഇടണം എന്നും പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അടുപ്പിച്ച് ഐസ്ക്രീമിൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ഈസിയാണ്, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്നും പുറത്തു പോയി ഐസ്ക്രീം കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കൂ. തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.